ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീലങ്കൻ യാത്രയുടെ 5-ാം ദിവസമാണ്. ഞങ്ങൾ താമസിച്ച റോയൽ ക്ലാസിക് റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതിനാൽ ഇന്നത്തെ പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നിൽക്കുകയാണ്. ഞാൻ ഏതായാലും റിസോർട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ റിസോർട്ട്. ഏകദേശം ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇതുള്ളത്. ചെടികളെല്ലാം നല്ല ഭംഗിയായി വളർത്തിയിട്ടുമുണ്ട്. നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുളിക്കാനൊന്നും പറ്റിയില്ല. വൈകുന്നേരം വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ കൂടാതെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയ മതിൽ മുഴുവനായിട്ട് ഈ കാറ്റ്സ് ക്ലോ എന്ന ചെടി വളർന്നു കിടപ്പുണ്ട്. ഇത് പൂക്കുന്ന സമയത്ത് മഞ്ഞ നിറത്തിൽ മുഴുവനും പൂക്കളുള്ളത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും കുടയും ചൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അതിന് പറ്റിയൊരു മൾട്ടി കളർ കുടയും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. കാൻഡി ലേക്കിൻ്റെയും സിറ്റിയുടെയൊക്കെ മനോഹരമായ കാഴ്ച കാണുന്ന ഒരു ഭാഗമുണ്ട്. കാൻഡി പീക്ക് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. മഴ അല്പം കുറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇറങ്ങി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ പെരഡേനിയ എന്ന സ്ഥലത്തുള്ള ഒരു റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ്. ഏകദേശം 147 ഏക്കർ വിസ്തീർണമുള്ളതാണ് ഇവിടം. അതുകൊണ്ട് ഇവിടെ ചുറ്റിക്കറങ്ങാനായിട്ട് ബാറ്ററി വാഹനമൊക്കെ ലഭ്യമാണ്. അങ്ങനെ ഞങ്ങളൊരു ബാറ്ററി വണ്ടിയിലാണ് ഇവിടെ കറങ്ങാൻ പോകുന്നത്. 1371 രാജാവിൻ്റെ കാലത്ത് ഇത് ആരംഭിച്ചതാണെങ്കിലും 1821 ഇന്നത്തെ രീതിയിലൊക്കെ വികസിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല മരങ്ങൾക്കും 200 വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട്. അത്ര വലിയ മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വളരെ നല്ല ഒരു പുൽത്തകിടിയും ഇവിടെ നമുക്കുണ്ട്. ഇത് 200 വർഷത്തിലധികം പഴക്കമുള്ള തേക്കുമരമാണ് ഈ കാണുന്നത്. സീഷൽസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച ലൊഡോസിയ മാൽഡിവിക്ക എന്നറിയപ്പെടുന്ന ഈ ഡബിൾ കോക്കനട്ട് മരങ്ങൾ ഇവിടെ ധാരാളമായിട്ട് കാണാം. ഒരു കായിൽ തന്നെ 2 തേങ്ങകളുള്ളതും വളരെയധികം രുചികരവുമായ ഒരിനം തേങ്ങയാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് ഉണ്ടാകാറുള്ളൂ. ഇവിടെ അത് ധാരാളമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലിവിടെയെല്ലാം വളരെ മനോഹരമായ പുൽത്തകിടികളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് ദുരിയാൻ എന്ന ഒരുതരം ചക്കയുണ്ടാകുന്ന മരങ്ങളും ധാരാളമായിട്ട് കാണാനുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 460 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലമുള്ളത്. അത് ശ്രീലങ്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ മഹാവേലി നദിയുടെ സമീപത്താണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ 4000-ലധികം ഇനം സസ്യങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവിധ ഇനം മുളകളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പല സ്ഥലത്തും വണ്ടി നിർത്തി ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇത് റോഡിൽ തന്നെ ഒരു വലിയ കരിന്തേളിനെ കാണുകയുണ്ടായി. ശ്രീലങ്കയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയ ഒരു വലിയ കുളമാണിത്. ഇതിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന പച്ചത്തുരുത്ത് പോലെയുള്ള ഭാഗമാണ് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സ്ഥാനം. ഈ കാണുന്ന റെഡ് പാമിന് ഇവിടെയുള്ളവർ ലിപ്സ്റ്റിക് പാം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ കാണുന്നത് നാഗലിംഗ മരമാണ്, അഥവാ അതിന് കാനൻ ബോൾ ട്രീ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൂവ് നാഗഫണം പോലെയും കായ് പീരങ്കിയുടെ ഉണ്ട പോലെയാണ് ഉള്ളത്. 200-ലധികം വെറൈറ്റി പുല്ലുകളാണ് ഇവിടെ പ്രദർശനത്തിനായി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ കാണുന്നത്. ഓരോ ഇതിലും ഓരോരോ വിഭാഗം പുല്ലുകളാണ് നട്ടു വളർത്തിയിട്ടുള്ളത്. കുറേ കുരങ്ങന്മാരൊക്കെ ഇവിടെ കറങ്ങി നടക്കുന്നതും കാണാനായിട്ട് പറ്റുന്നുണ്ട്. മഡഗാസ്കറിൽ നിന്നുള്ള ട്രാവലേഴ്സ് പാമാണ് ഇവിടെ ഈ കാണുന്നത്. അതിൻ്റെ വെറൈറ്റികളെല്ലാം അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ട്രാവലേഴ്സ് പാം എന്നറിയപ്പെടുന്ന നമ്മുടെ ചെടിത്തോട്ടങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് തന്നെയാണ്. മഡഗാസ്കറിൽ നിന്നുള്ളതാണ് ഇത്. ഈ ഭാഗം സൈക്കസുകളുടെ ഒരു ഏരിയ തന്നെയാണ്. സൈക്കസ് പാമുകളാണ് ഇവിടെ ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈക്കസ് പാം ഇവിടെയാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ സൈക്കസുകൾക്ക് നിൽക്കുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കസ് പാം.
നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ചില ഇനം ഔഷധ ചെടികളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പല ചെടികളും തുളസിയൊക്കെ അടക്കം എല്ലാം അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു ഉടുമ്പ് ഇങ്ങോട്ട് കയറിപ്പോകുന്നൊരു കാണുന്നുണ്ട്. ഇത് ഇംഗ്ലീഷ് റോക്ക് ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. അവിടെയാണ് നമ്മൾ ഉടുമ്പിനെ കണ്ടത്. ഇവിടെ ചില മരങ്ങളുടെ വേരിങ്ങനെ പടർന്ന് പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല മനോഹരമാണ് കാണാനായിട്ട്. ഇവിടെ ഈ കാണുന്ന പൈൻ മരങ്ങൾ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ ഡ്രങ്കൺ ട്രീസ് എന്നാണ് പറയുന്നത്. വളരെ ഉയരത്തിൽ വളർന്നിട്ടുള്ളതുകൊണ്ട് ഈ പൈൻ മരങ്ങൾ ചെരിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രങ്കൺ ട്രീസ് എന്നാണ് ഈ ചെടികളെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെയും നല്ല മനോഹരമായ വിശാലമായൊരു പുൽത്തകിടി കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെയാണ് ഈ പൈൻ മരങ്ങൾ നട്ടിട്ടുള്ളത്. ഈ ഭാഗത്ത് വിവിധ രാജ്യങ്ങളിലെ തലവന്മാർ നട്ട മരങ്ങളാണുള്ളത്. അതുകൊണ്ട് ഇവ മെമ്മോറിയൽ ട്രീസ് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഒരു മരം ഇവിടെ നട്ടതായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ പുൽത്തകടികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ അരികിലൂടെ എല്ലാം സൂര്യകാന്തി പൂക്കളും എല്ലാം നട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുത്തു. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വിവിധ ഇനം ചന്ദനമരങ്ങളും ശിംശിബ എന്നറിയപ്പെടുന്ന അശോക മരങ്ങളും ഒക്കെ ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. റോയൽ പാം അവന്യൂ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണിത്. രണ്ട് ഭാഗങ്ങളിലും റോയൽ പാം നട്ടുപിടിപ്പിച്ച് നടുക്കൂടെയുള്ള റോഡിലൂടെ ആണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് ഇതിലും ഭംഗിയായിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്തില്ല. ഇവിടെ വളരെ കൗതുകകരമായൊരു ആൽമരം കാണാനുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആൽമരം പടർന്ന് പന്തലിച്ച് വിവിധ മരങ്ങൾ കൂടിച്ചേർന്നതുപോലെ ഒരു വലിയ പ്രദേശം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായി പടർന്ന് വന്നിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. നല്ല വലിപ്പത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ ഉണ്ടായി കൂടിച്ചേർന്നതുപോലെയാണ് ഇരിക്കുന്നത്. ആൽമരം അങ്ങനെ നീണ്ടു പരന്ന് വളരാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലും പല സ്ഥലത്തും ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതവിടെ ഒരു കൗതുകകരമായ കാഴ്ചയാണ്. മരത്തിന് അത്ര വലിയ വലിപ്പം തോന്നുന്നില്ലെങ്കിലും വളരെ വിശാലമായ സ്ഥലത്ത് പല മരങ്ങൾ കൂടിച്ചേർന്നതുപോലെയാണ് ഇവിടെ കാണുന്നത്. മഹാവേലി നദിക്കരയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പുഴയിൽ നല്ല കലങ്ങിയ വെള്ളം ഉണ്ട്. നല്ല മഴയായിരുന്നതിനാൽ നദിയിൽ നല്ലോണം വെള്ളം ഉണ്ടായിട്ടുമുണ്ട്. ഇവിടെ നദിക്ക് കുറുകെ ഒരു തൂക്കുപാലമുണ്ട്. പക്ഷേ അത് റിപ്പയറിന് വേണ്ടി അടച്ചിട്ടിരുന്നതിനാൽ അതിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഈ ഭാഗത്തെല്ലാം പൂത്തു നിൽക്കുന്ന ബൊഗൈൻ വില്ലകളൊക്കെയാണുള്ളത്. നദിയുടെ കരയിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ബൊഗൈൻ വില്ല കൂടുതലായിട്ട് നട്ട് കാണുന്നത്. മഴയില്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ വിശാലമായി നടന്ന് കാണാവുന്ന ഒരു പ്രദേശമായിരുന്നു. ചില വിദേശികളൊക്കെ ഇതിൽ കുട ചൂടി നടക്കുന്നുമുണ്ട്. വീണ്ടും ഒരു റോയൽ പാം അവന്യൂ ആണ്. ഏതായാലും ഇവിടെ നല്ല ഉയരത്തിൽ റോയൽ പാം ഉണ്ട്. അവിടെ ഇറങ്ങി നിന്ന് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു.
ചെടികൾ കൊണ്ട് ഇവിടെ കുട്ടികൾക്കുള്ളൊരു ഗെയിമിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മഴയായതിനാൽ അവിടെയൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഈ ഭാഗം പൂക്കളുടെയും നിറമുള്ള ഇലച്ചെടികളുടെയൊക്കെ ഒരു പ്രദേശമാണ്. സമയക്കുറവ് മൂലം നമ്മൾ ഇവിടുന്ന് ഉള്ളിലേക്കൊന്നും പോയില്ല. ഇവിടെ പുറമേ ഇറങ്ങി നിന്ന് റോഡിൽ നിന്ന് കാണാവുന്ന ഭാഗത്ത് നിന്ന് ഫോട്ടോകളൊക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന നുവാര എലിയ എന്ന സ്ഥലത്ത് എത്തിച്ചേരണം. അതിനാൽ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ മതിയാക്കുകയാണ്. അടുത്ത കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.